അന്താരാഷ്ട്ര ആർത്തവ ശുചിത്വ ദിനത്തോടനുബന്ധിച്ച് ശുചിത്വ ബോധവൽക്കരണവും സൌജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇതൾ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒല്ലൂക്കര സേവാഗ്രാമത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൌജന്യമായി മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുകയും സാനിറ്ററി നാപ്കിൻ ഫ്രീ സോൺ ആക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. കരുണം കൂട്ടായ്മ ചെയർമാൻ ജെൻസൺ ജോസ് കക്ഷേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ മുഖ്യാതിഥിയായി. ഗായിക റിയ ബിന്നു, ശശി നെട്ടിശ്ശേരി, ബിന്നു ഡയസ്, ഉഷ ഡേവിസ്, മേരി ജോസ്, സ്മിത ബിജു എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഓരോ ഡിവിഷനിലെ കൗൺസിലർമാരുള്ളതൊപ്പം തന്നെ ഓരോ മേഖലയിലും വിഷയങ്ങളും കാര്യങ്ങളും രോഗികളറിയാം, വാർദ്ധക്യ പെൻഷൻ, അതേപോലെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവർ രോഗികളെയും എല്ലാവരെയും നേരിട്ട് അറിയുന്ന, അതേപോലെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ വന്ന് നമ്മളെ ബോധവൽക്കരിക്കുന്ന ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടി. അതുപോലെ വിവിധ മേഖലയിലുള്ളവർ ആദരിച്ച ഒരു പരിപാടിയായിരുന്നു നമ്മൾ മാർച്ച് 8-ാം തീയതി സംഘടിപ്പിച്ചു. അന്നേ ദിവസം നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിനായിരുന്നു. ആ ക്യാമ്പിൽ വെച്ചിട്ട്, അന്നത്തെ പ്രോഗ്രാമിൽ വെച്ചിട്ട് വനിതകളെ കണ്ടപ്പോൾ മാഡം നമ്മളോട് പറഞ്ഞു, ഈ കാര്യത്തിനെ പറ്റിയും ഇങ്ങനത്തെ ഒരു ക്ലാസ് വയ്ക്കാം, ആർത്തവ ശുചിത്വ ക്ലാസ്സിനും ഗൈനക്കോളജിസ്റ്റുമായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാം എന്നുള്ള ആ ചിന്താഗതി അന്ന് ആൾ പങ്കുവച്ചു. നമ്മളന്ന് വന്ന എല്ലാവരോടും ആ മാഡത്തിൻ്റെ നിർദ്ദേശം പറയുകയും അന്ന് എല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് മാഡം വീണ്ടും ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു, വേണമെങ്കിൽ ആ ക്യാമ്പ് നടത്താം, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന ക്യാമ്പ് വയ്ക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിനുവേണ്ടി ഞാൻ നമ്പർ അടക്കം ചോദിച്ചിരുന്നതും അതിനു വേണ്ടിയാണ്. ഈ ഡോക്ടർ തന്നെയാണ് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 590 രൂപ വില വരുന്ന 10 വർഷം ഈടുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ആർത്തവ ശുചിത്വ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ തരുന്നത്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ഗൈനക്കോളജിസ്റ്റായ പ്രമുഖ ഡോക്ടറാണ്. നമുക്ക് യൂട്യൂബിലും അതുപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചറിയാം. ഡോക്ടർ നിജി ജസ്റ്റിൻ്റെ കുറേ അഭിപ്രായങ്ങൾ, ഇൻ്റർവ്യൂകളൊക്കെ നമുക്ക് കാണാം. ഈ ഗൈനക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടും ആർത്തവ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഡോക്ടർ നിജി ജസ്റ്റിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാം. അതിനൊക്കെ യൂട്യൂബിലും പത്രമാധ്യമങ്ങളിലൊക്കെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചടങ്ങിന് ഔപചാരികമായിട്ട് അന്താരാഷ്ട്ര ആർത്തവ ശുചിത്വ ദിനം മെയ് 28 എല്ലാ വർഷവും മെയ് 28-ാം തീയതി ഇങ്ങനെ ആഘോഷിക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോടത്ത് ആർത്തവ കാലഘട്ടത്തിലെ ശുചിത്വത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാനും ആ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശുചിത്വം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുമാണ് ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഒരു വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഈ മെൻസ്ട്രൽ കപ്പ് കണ്ടോ? ഇത് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതിനകത്ത് 2 പേര് ഉണ്ടോ? ഇല്ല.